ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നമ്മുടെ വിവാഹത്തിന് ഇനി മാസങ്ങൾ മാത്രം. അതിനു മുൻപ് നീ എന്നെ വിട്ടു പോയിരിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് തന്നെ നീ അകന്നുപോയി. എൻ്റെ ജന്മദിനത്തിൽ തന്നെ നീ യാത്ര പറഞ്ഞിരിക്കുന്നു. എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴുത്തിൽ താലി ചാർത്തുന്ന ദിവസങ്ങൾ എണ്ണിയിരുന്ന ഒരു യുവതിയുടെ കുറിപ്പാണിത്. സിയ ഗോയലിൻ്റെ. വായിച്ചവരെല്ലാം അവൾ ഇത് ഹൃദയത്തിൽ തൊട്ടെഴുതിയതാണെന്ന് കരുതി. എന്നാൽ ആ വാക്കുകൾക്ക് ചോരയുടെ മണമുണ്ടായിരുന്നു. ഓരോ അക്ഷരങ്ങളിലും ഒരു 27-കാരൻ്റെ ശിഥിലമായ സ്വപ്നങ്ങളുടെ സ്പന്ദനമുണ്ടായിരുന്നു. ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ എഴുതാൻ സാധിക്കുന്നത്? കാമുകനോടുള്ള അഭിനിവേശം അതിരുകടന്നപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടക്കാൻ അവൾ കുരുതി കൊടുത്തത് പ്രതിശ്രുത വരന്റെ ജീവനും ജീവിതവുമായിരുന്നു. പൂനെ എന്ന വ്യവസായ സിറ്റിയിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും ബിസിനസ് ടൈക്കൂണുമായ വിശാൽ അഗർവാളും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി രാഖി വിശാൽ അഗർവാളും അവരുടെ പുത്രൻ കേതൻ വിശാൽ അഗർവാൾ. പൂനെയിലെ ശതകോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ ചെറുപ്രായത്തിൽ തന്നെ പേര് ചേർക്കപ്പെട്ടവൻ. 27 വയസ്സിനിടെ അവൻ വളർത്തിയെടുത്ത ബിസിനസ് സാമ്രാജ്യം ചെറുതല്ല. അങ്ങനെയിരിക്കെ മാതാപിതാക്കൾ അവന് കല്യാണ ആലോചനയുമായി എത്തുന്നു. പെൺകുട്ടി മറ്റാരുമല്ല, അവരുടെ കുടുംബ സുഹൃത്തായ ഗോയൽ ഫാമിലിയിലെ സിയ ഗോയൽ. പരസ്പരം അറിയാവുന്ന ആളുകളായതുകൊണ്ട് തന്നെ കല്യാണ ഒരുക്കങ്ങളുടെ തിരക്കും ബഹളവുമായി പിന്നീട് അങ്ങോട്ട്. എന്നാൽ വീട്ടുകാർ കണ്ടെത്തിയ കേതനോട് സിയയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിലൊരു കാമുകൻ പണ്ടേ കൂടുകൂട്ടിയിരുന്നു. എന്നാൽ കാമുകനെ മതിയെന്നും കേതനുമായുള്ള വിവാഹത്തിന് താൻ തയ്യാറല്ലെന്നും ധൈര്യമായി പറയാൻ അവൾക്കന്ന് സാധിച്ചില്ല. ഫെബ്രുവരിയിൽ സിയയും കേതനും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. പിന്നാലെ തന്നെ വിവാഹം രാജസ്ഥാനിൽ നടത്താനായി അടുത്ത പ്ലാനിങ്ങിലായി ഇരു കൂട്ടരും. അതിനായി ജയ്പൂരിലുള്ള പ്രശസ്തമായ ഒരു കൊട്ടാരം 17 കോടി രൂപ ചെലവഴിച്ച് വിവാഹത്തിനായി ബുക്ക് ചെയ്തു. അതിഥികളെ അവിടേക്ക് എത്തിക്കാൻ പ്രത്യേക ചാർട്ടർ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ഗംഭീര ഒരുക്കങ്ങൾ നടത്തി. എന്നാൽ ഇതിനിടയിൽ കാമുകനൊപ്പം ജീവിക്കാൻ സിയ ഒരു വഴി കണ്ടെത്തിയിരുന്നു: കേതനെ കൊലപ്പെടുത്തുക, എന്നിട്ട് അത് അപകട മരണമാണെന്ന് വരുത്തി തീർക്കുക. ഇതിനായി അവളും കാമുകനും ചേർന്ന് കെണികൾ ഒരുക്കി. മെയ് 31 സിയ കേതനെയും കൊണ്ട് ലോഹഗഡ് കോട്ടയിലേക്ക് ട്രക്കിങ്ങിന് പോയിരുന്നു. അവൾ അവിടെ ഒരുക്കിയ ചതി അറിയാതെ, സംശയം തെല്ലുമില്ലാതെ അവനും അവൾക്കൊപ്പം പോയി. എന്നാൽ അവളുടെ പദ്ധതി നടപ്പാക്കാൻ അന്ന് സാഹചര്യങ്ങൾ ഇണങ്ങി വന്നില്ല. നിരാശയിൽ മനസ്സില്ലാ മനസ്സോടെ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നാൽ പദ്ധതി വിട്ടുകളയാൻ അവൾ തയ്യാറായില്ല. തുടർന്ന് ജൂൺ 14 വീണ്ടും ഇതേ സ്ഥലത്ത് കേതനെയും കൂട്ടി അവളെത്തി. ലോഹഗഡ് കോട്ടയിലെത്തി ഇരുവരും ഫോർട്ടിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെ സിയ അപ്രതീക്ഷിതമായി കേതന്റെ ശരീരത്തിൽ കയറി പിടിച്ചു. പിന്നിലേക്ക് തള്ളി അവൻ കാൽ വഴുതി കൊക്കയിലേക്ക് വീണു. എന്നാൽ വീഴ്ച മധ്യേ കേതൻ ഒരു കാട്ടുവള്ളിയിൽ പിടുത്തം കിട്ടി. മികച്ച ട്രക്കർ കൂടിയായ കേതൻ ഭാഗ്യം കൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നിഴഞ്ഞെത്തിയ പാമ്പിനെ കണ്ട് താൻ ഭയന്നതാണെന്നും കേതനെ ചാടി പിടിച്ചതാണെന്നുമൊക്കെ അവൾ പറഞ്ഞപ്പോൾ കേതനും മറ്റുള്ളവരും അത് ശരിയാണെന്ന് വിശ്വസിച്ചു. സിയയുടെ അഭിനയത്തിൽ അന്ന് എല്ലാവരും വീണുപോയി എന്ന് തന്നെ പറയാം. എന്നാൽ തന്റെ പദ്ധതി വീണ്ടും പാളിയതിന്റെ നിരാശ അവളെ കൂടുതൽ അപകടകാരിയാക്കി. ജൂൺ 18 സിയ കേതനെ അവളുടെ ജന്മദിനം ആഘോഷിക്കാനെന്ന് പറഞ്ഞ് അവിടേക്ക് തന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി. ആ സ്ഥലം ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് അവിടെ തന്നെ ജന്മദിനം ആഘോഷിച്ചാൽ മതിയെന്നായി സിയ. അവളുടെ വാശിയിൽ കേതന് വഴങ്ങേണ്ടി വന്നു. അവളെ ജീവന തുല്യം സ്നേഹിച്ച ആ ചെറുപ്പക്കാരൻ മറുത്തൊന്നും പറയാതെ അവളുടെ സന്തോഷങ്ങൾക്ക് നിന്നുകൊടുത്തു. ജന്മദിനാഘോഷങ്ങൾക്ക് ശേഷം ഫോർട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ സിയയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്തു. എന്നാൽ തനിക്ക് സംഭവിക്കുന്നത് എന്തെന്ന് അറിയുന്നതിന് മുൻപേ തന്നെ അവൻ ലോകത്തോട് വിട പറഞ്ഞു. അഗാധമായ കൊക്കയിലേക്ക് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അവൻ തള്ളി വീഴ്ത്തപ്പെട്ടു. ലക്ഷ്യം നിറവേറിയ സന്തോഷത്തിൽ സിയയും അവൾക്ക് മുന്നിൽ നിലയുറപ്പിച്ച് സുന്ദരനായ മറ്റൊരു ചെറുപ്പക്കാരനും, ചേതൻ ചൗധരി. വർഷങ്ങളായി ചേതനും സിയയും പ്രണയത്തിലായിരുന്നു. ഒരുമിച്ച് ജോലി ചെയ്ത സമയത്ത് പരിചയപ്പെട്ടതാണ് രണ്ടുപേരും. കേതന്റെ വിവാഹാലോചന വന്നപ്പോൾ തന്നെ സിയ ചേതന്റെ കാറിൽ വീട്ടിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഡ്രൈ ഫ്രൂട്ട്സ് വ്യവസായി ആയിരുന്ന സിയയുടെ പിതാവിന് അഗർവാൾ കുടുംബത്തിൽ നിന്ന് വന്ന ആലോചനയ്ക്ക് നോ പറയാൻ അന്ന് സാധിക്കുമായിരുന്നില്ല. ചേതനെ മറന്നേക്കൂ എന്ന് വീട്ടുകാർ കർശനമായി പറഞ്ഞു. അതോടെ ആകെ തകർന്ന നിലയിലായി സിയ. പിന്നീട് ഇങ്ങോട്ട് ചേതൻ പ്ലാൻ ചെയ്തതുപോലെ സിയ ഗംഭീരമായി അഭിനയിച്ചു. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയ കൊലപാതകം പിന്നീട് തെളിഞ്ഞത് സിയയുടെ വൈരുദ്ധ്യ മൊഴികളിലാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതിനിടെ കേതൻ കാൽ തെറ്റി കൊക്കയിലേക്ക് വീണതാവാമെന്നാണ് സിയ വീണ്ടും വീണ്ടും പറഞ്ഞത്. എന്നാൽ പരിചയസമ്പന്നനായ ഒരു ട്രക്കറാണ് കേതനെന്നും പെട്ടെന്ന് അങ്ങനെ കാൽ തെറ്റി വീഴാൻ സാധ്യതയില്ലെന്നുമൊക്കെയുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയാണ് കേസിന് വഴിത്തിരിവായത്. കൂടാതെ കേതന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 4ാമത്തെ ദിവസം
സിയ അവന്റെ വീട്ടിലെത്തി. എന്നാൽ കേതന്റെ സഹോദരി ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സിയ പതറുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതോടെ കേതന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. സിയയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതോടെ കൊലപാതക കഥയുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീണു. കേതനോട് ചേതനുമായുണ്ടായ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെന്നും പ്രായത്തിന്റെ ചാബല്യമാണിതെന്നും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നേരെയാകുമെന്നുമൊക്കെ കേതൻ സിയയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നു. വിവാഹത്തിൽ നിന്ന് കേതൻ പിന്മാറില്ലെന്ന് കണ്ടതോടെയാണ് കൊലപ്പെടുത്താൻ സിയ തീരുമാനിച്ചത്. കാമുകനൊപ്പം ഒളിച്ചോടിയാൽ കുടുംബമഹിമ പോകുമെന്നൊക്കെ കരുതി. കൊന്നുതള്ളിയാൽ ആരും അറിയില്ല, സ്വാഭാവിക മരണമാണിതെന്ന് ആളുകൾ ധരിക്കുമെന്ന പ്ലാനിലാണ് ആ പാവത്തിനെ ചേതനും സിയയും ചേർത്ത് ഇല്ലാതാക്കിയത്. പൂനെ തെരുവിലെ മുത്തശ്ശി കഥകളിലേക്ക് ഒരു കഥ കൂടി. ജീവനോളം സ്നേഹിച്ചവൾ തന്നെ ജീവനെടുത്ത ഒരു ചതിയുടെ കഥ.